ഇന്ന് നമുക്കൊരു ചേനത്തീയൽ ഉണ്ടാക്കാം. വെൽക്കം ബാക്ക് ടു കുറുമ്പീസ് വേൾഡ്. ഹായ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ചേനത്തീയലുമായിട്ടാണ്. ഞാൻ പറയുന്നുള്ളൂ, എൻ്റെ അമ്മയാണ് ഉണ്ടാക്കുന്നത്. നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതിനായി ഒരു ചെറിയ കഷ്ണം ചേനയാണ് എടുത്തിരിക്കുന്നത്. 5 ഉള്ളിയാണ്. ഇത് നന്നാക്കി എടുക്കാം. ഉള്ളി ഓപ്ഷണലാണ്. കുക്കറിലേക്ക് മാറ്റാം. നന്നാക്കി എടുത്ത ചേനയാണിത്. അരിഞ്ഞ് വൃത്തിയാക്കിയ ഉള്ളിയും പച്ചമുളകുമാണ്. ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു തണ്ട് കറിവേപ്പിലയും, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 കപ്പ് വെള്ളം. അടച്ച് സ്റ്റൗവിൽ വയ്ക്കാം. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ ഇരുന്ന് കോപ്രായം കാണിക്കുന്നതിൻ്റെ അനിയത്തിയാണ്. ഒരു വിസിൽ വന്നു. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമായ അരപ്പിന് വേണ്ടി 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ നമുക്ക് മിക്സി ജാറിലേക്ക് ആക്കി ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്തെടുത്താൽ നല്ലോണം വറക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിച്ചാൽ മതി. ചെയ്ത് വെച്ച തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ കളറ് മാറി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഒരു ഉള്ളി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ചേർത്താൽ മതി. ഇനി ഒരു തണ്ട് കറിവേപ്പില ചേർക്കാം. ഇളക്കി കൊടുക്കാം. 3 മണി ഉലുവ ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്. ഉലുവ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ തേങ്ങയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. തേങ്ങയുടെ നിറം മാറി തുടങ്ങി. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ പൊടി ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടിയുടെ അളവ് എരിവിനനുസരിച്ച് കൂട്ടാം. ഇനി സ്റ്റവ് ഓൺ ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികൾ നന്നായി വറുത്തെടുക്കുക. പൊടികൾ കരിയാതിരിക്കാനാണ് സ്റ്റവ് ഓഫ് ചെയ്യുന്നത്. പൊടികളെല്ലാം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിലിട്ട് വെച്ച പ്രഷർ പോയി തുറന്ന കുക്കറാണിത്. ഇത് നല്ലോണം വെന്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ സ്റ്റവ് ഓണാക്കി നമുക്ക് കുക്കർ അതിലേക്ക് വെച്ച് കൊടുക്കാം. ഏകദേശം 1/4 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്ത് തേങ്ങയാണിത്. പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സ്റ്റൗവിൽ വെച്ചപ്പോൾ ഇത് നല്ലോണം തിളയ്ക്കുന്നു. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് നേരത്തെ അരച്ച് വെച്ചിരുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിമിലേക്ക് മാറ്റാം. അരപ്പ് ചേർത്തതിന് ശേഷം ഇളക്കി കൊടുക്കാം. ജാർ കഴുകിയെടുത്ത വെള്ളവും ചേർത്ത് ഒഴിച്ചു കൊടുക്കാം. നല്ലോണം തിളച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞിയ കഷ്ണം ശർക്കര മധുരം ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി. നമുക്കിത് വറുത്തിടാം. സ്റ്റവ് ഓണാക്കി പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിൻ്റെ അകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ 3 കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കറി ഇവിടെ റെഡിയായി. നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം. Bye.